ജൂലൈ മാസം 25-ാം തീയതി മുതൽ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. എന്നാൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സർക്കാരിൻ്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതി എന്ന തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ പ്രവേശിക്കുമ്പോൾ ആരൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താകും, ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിനുവേണ്ടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്, ഇതിൻ്റെ വിശദാംശങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം സ്വീകരിക്കുന്നവരുണ്ട്, കൈകളിൽ പണം സ്വീകരിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം 1600 രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, 5 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് നാളുകളുടെ, അതായത് 2024 മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ പെൻഷൻ എല്ലാ മാസങ്ങളിലും 1600 രൂപയെങ്കിലും ലഭിക്കുന്നുണ്ട്. ഇനി കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് തന്നു തീർക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും 62 ലക്ഷം വരുന്ന ആളുകൾക്ക് സർക്കാർ ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതായത് പ്രതിമാസം 900 കോടി രൂപയോളം. മുൻപൊക്കെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ് ആളുകൾ ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അർഹത ഇല്ലാത്തവരും ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന നിരവധി പരാതികളാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇതൊന്നും തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടില്ല എന്നും നിർണായക കണ്ടെത്തലുകളുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വീടുകളിൽ, അല്ലെങ്കിൽ പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടത്തിലും അതിനുശേഷം സർക്കാരിൻ്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് നിശ്ചിത ഗുണഭോക്താക്കളുടെ, അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളാണ്. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നത് എങ്കിൽ, അതും കോൺക്രീറ്റ് വാർക്ക വീടാണ് എങ്കിൽ, അത്തരം വീടുകളിലെ പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ നൽകേണ്ടതില്ല എന്നൊരു അറിയിപ്പ് മുൻപ് തന്നെയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ താമസിക്കുന്ന വീട്ടിൽ AC ഉണ്ട് എങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ വാങ്ങാൻ അർഹതയില്ല എന്നൊരു നിയമം കൂടിയുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ, 1000 cc കൂടുതൽ കപ്പാസിറ്റി ഉള്ള വാഹനമുണ്ടെങ്കിൽ, സ്വകാര്യ വാഹനമാണ് എങ്കിൽ, അത്തരം കുടുംബത്തിലെ വ്യക്തികൾക്കും പെൻഷൻ നൽകണ്ട എന്നൊരു തീരുമാനമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കർശനമായിട്ട് ഇനി പരിശോധിക്കാൻ പോവുകയാണ്. അത് ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ച വീടുകളിലാണ് പരിശോധിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആളുകളെ പുറത്താക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ഇനി ഓരോ 60 വയസ്സ് കഴിയുന്നവർ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കുമ്പോഴും, അതായത് ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കും പരാതികൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തെയോ വാർഡ് പ്രതിനിധിയോ പരാതിയായിട്ട് രഹസ്യമായിട്ട് തന്നെ നമുക്ക് കൈമാറാനുള്ള അവസരമുണ്ട്. അർഹതയുള്ളവർക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.